നമുക്ക് സമരമൊക്കെ ചെയ്യാന്നേ, പക്ഷെ മധുവിധു കഴിയട്ടെന്നേ. മധുവിധു ഒന്നൊരു സമയം കൊടുക്കൂ. പുതിയ ഗവൺമെൻറ് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. പുതിയ ഗവൺമെൻറ് VD സതീശൻ അവരുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഒരാഴ്ചയാവും മുമ്പേ സമരം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇല്ലോജിക്കുണ്ട്. കേൾക്കുന്നതിനൊരു അകത്തൊരു ലോജിക്കില്ലായ്മയുണ്ട്. കാരണം സമരം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വരണ്ടേ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് കൃത്യമായ ആക്ഷനുകൾ നടത്തി അതിൽ എതിർപ്പുണ്ടെങ്കിൽ സമരം കൊണ്ടുവരുന്നത് ന്യായമാണ്. പക്ഷേ വിലക്കയറ്റത്തിനെതിരെ സമരം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പാലിന് വില കൂട്ടാൻ തീരുമാനിച്ചത് ഇടതുപക്ഷമല്ലേ? ചിഞ്ചിറാണി ഇരുന്നപ്പോഴല്ലേ പാലിന് വില കൂട്ടാൻ മിൽമ തീരുമാനിച്ചത്? അതുപോലെ തന്നെ പെട്രോളിന് വില കൂട്ടിയത് കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? സെസ് പിരിക്കാതിരുന്നാൽ വലിയ മണ്ടത്തരമായി പോകുമെന്ന് പറഞ്ഞത് തോമസ് ഐസക്കല്ലേ? ഈ തോമസ് ഐസക്ക് ഇപ്പോൾ പറയുന്നുണ്ടോ സെസ് പിരിക്കണ്ടെന്ന്? അപ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു അധികാരത്തിൽ വന്ന് ഒരു മാസം പോലും ആകാതെ, ഒരു മധുവിധ സമയം കൊടുക്കാതെ, ഒരു ഹണിമൂൺ ടൈം കൊടുക്കാതെ നാളെ വലിയ സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏരിയ തലങ്ങളിൽ സമരം. ഈ സമരത്തിന് മറ്റൊരു അജണ്ട കൂടെ ഉണ്ട്. EDയുടെ അന്വേഷണത്തിനെ ഒന്ന് വഴിതിരിച്ചു വിടുക. EDയുടെ അന്വേഷണത്തിനെതിരെ വലിയ ജനകീയ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരിക. അതുപോലെ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ശക്തമായ വിമർശനമാണ് ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ലോക്കൽ യോഗങ്ങളിലും ജില്ലാ യോഗങ്ങളിലും ഏരിയ യോഗങ്ങളിലും ഒക്കെ നടക്കുന്നത്. അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ ഈ സമരവുമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ കുറ്റം പറച്ചിൽ പരിപാടി ഒന്ന് കുറയും. പിണറായി വിജയനെ കുറ്റം പറയുന്നതിൻ്റെ അളവ് കുറയ്ക്കുമെന്നുള്ള നല്ല മനോഹരമായൊരു തന്ത്രമാണ്. കാര്യം എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ കാൽനട ജാഥയും പ്രചരണ ജാഥയും പൈസ പിരിവും എൻഗേജ്ഡ് ആയല്ലോ. അപ്പോൾ എൻഗേജ്ഡ് ആയപ്പോൾ സ്വാഭാവികമായിട്ട് വിമർശനം പറയാൻ പറ്റത്തില്ല. അല്ലാതെ എൻഗേജ്ഡ് അല്ല സമ്മേളനത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് പോകുമ്പോൾ, വിലയിരുത്തൽ യോഗങ്ങൾക്ക് പോകുമ്പോൾ, വിശകലന മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇരുന്ന് കുറ്റം പറയാം. ഇതിപ്പോൾ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ് വിരുദ്ധ ആൻറ്റി ഗവൺമെൻറ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വരുത്തി തീർത്ത് വലിയ സമരത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ്. അങ്ങനെ സമരത്തിലേക്ക് തള്ളിവിടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളും അടിയിലോട്ട് പോവുകയും വിലക്കയറ്റം പോലുള്ള കാര്യങ്ങളെ മുന്നിൽ നിർത്തിയിട്ടുള്ള വലിയ സമരമാണ് വരാൻ പോകുന്നത്. എന്തായാലും ധവളപത്രം വരുന്നതിനെതിരെയും വലിയ വായിലാണ് പിണറായി വർത്തമാനം പറഞ്ഞത്. ധവളപത്രം എന്തോ ഭൂതമാണോ, ഞങ്ങളെ ഉമ്മാക്കി കാണിച്ചളയോ, പേടിപ്പിച്ചളയോ, നിങ്ങളൊരു പുണ്ണാക്കം ചെയ്യാനില്ല, നിങ്ങൾ കൊണ്ടുവരൂ ധവളപത്രം എന്നുള്ള നിലയിൽ അതിനെ ഒന്ന് വെല്ലുവിളിക്കുന്നു. കിഫ്ബിയെ പിരിച്ചുവിട്ടതിനെതിരെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ വലിയ വെല്ലുവിളിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിണറായി വിജയനും ഗോവിന്ദ മാഷിനുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആ പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനപ്പുറം മറ്റൊന്നുമില്ല. അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസമല്ലേ ആയിട്ടുള്ളൂ അധികാരത്തിൽ വന്നിട്ട്. 1 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം സമയമെങ്കിലും കൊടുക്കണ്ടേ? 3 മാസം കൊണ്ട് അവർ കാര്യങ്ങൾ നേരാമണ്ണം ചെയ്തില്ലെങ്കിൽ പിന്നെ സമരത്തിന് പോകാം. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ പരിപാടി അങ്ങോട്ട് ഇരിക്കുന്നുമ്പേ തന്നെ അധികാര ലംഘനമെന്നും അവകാശ ലംഘനമെന്നും ഓരോ ന്യായങ്ങൾ പറഞ്ഞ് സമരം വരുന്നു. അത് ന്യായമായ ഒരു ഇടപാടല്ല. പക്ഷേ എന്ത് ചെയ്യാം, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. SFI അടക്കമുള്ള ആളുകൾ സമരത്തിലാണ്, DYFI സമരത്തിലാണ്, കർഷകർ സമരത്തിലാണ്. എല്ലാവരെയും സമരത്തിന് വേണ്ടി ഇറക്കി വിടുന്നു. ആ ഇറക്കി വിടുന്നതിൻ്റെ അജണ്ട ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ഗവൺമെൻറ് വിരുദ്ധമല്ല, യഥാർത്ഥത്തിൽ പിണറായിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടിയെടുക്കുക, ഗോവിന്ദ മാഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടിയെടുക്കുക എന്നുള്ള മറ്റൊരു അജണ്ട കൂടിയാണ്. ആ അജണ്ടയിലാണ് ഈ പറഞ്ഞ സമരത്തിലേക്ക് പോകുന്നത്. അതിലൂടെ നാളത്തെ യഥാർത്ഥ പ്രശ്നം മറച്ചു വയ്ക്കുകയും EDയുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെയും ഗോവിന്ദ മാഷിൻ്റെയും കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ അഴിമതിയും സ്വജനപക്ഷപാതം ഒന്നും ചർച്ച ചെയ്യാതെ പോകും. മുഴുവൻ കോൺസെൻട്രേഷനും ഈ വിലക്കയറ്റത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ്. എന്തായാലും ആരുടെ ബുദ്ധിയാണെങ്കിലും കൊള്ളാം, പക്ഷെ മലയാളി സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിയുടെ ക്ഷമ പരിശോധിക്കരുത്. അവർ 102 സീറ്റ് കൊടുത്താണ് VD സതീശൻ അധികാരത്തിലേറ്റിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരിക്കാൻ ഒരു 2-3 മാസം, അപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ പറഞ്ഞതുപോലെ 6 മാസം വിജയ് ഭരിക്കട്ടെ, എന്നിട്ട് കുഴപ്പമുണ്ടെങ്കിൽ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ പോലെ ഒരു 5-6 മാസം ഭരിക്കട്ടെ. ഭരിക്കുമ്പോൾ 10 വർഷക്കാലത്തെ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 6 മാസത്തെ ഭരണം ഉണ്ടെങ്കിൽ പിന്നെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് സമരം ചെയ്യാൻ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മധുവതി കാലത്ത് അവരെ ശല്യം ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപിക്കപ്പെട്ട സമരം എന്ന് പറയുന്നത് പിൻവലിക്കേണ്ടതാണ്. പിൻവലിക്കാനൊന്നും സാധ്യതയില്ല. നമ്മളെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്താൽ പോലും ഇട്ട പരിപാടി മുന്നോട്ട് നീക്കും. പക്ഷേ അത് അക്രമമാകാതിരിക്കാൻ, അല്ലെങ്കിൽ അതൊരു ആൻറ്റി ഗവൺമെൻറ് പരിപാടിയാകാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം.